എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയാലോ? വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ട സുർക്കയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനു വേണ്ടി ഒരു വലിയ ബൗളിലേക്ക് ഒരു മുട്ടയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കാനുള്ളത്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. 1/4 ടീസ്പൂണാണ് ചേർത്തത്. കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട്. അതായത് ബേക്കിംഗ് സോഡയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഒരു നുള്ള് ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉടനെ തന്നെ ഈ മുട്ട സുർക്ക ചെയ്തെടുക്കാം. ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ സ്വന്തം ഷാർലറ്റ് ആൻറ്റിയാണ്. ആൻറ്റി പറഞ്ഞതനുസരിച്ചിട്ട് ഇത് തിരുവനന്തപുരം ഭാഗത്തൊക്കെ തയ്യാറാക്കുന്ന ഒരു മധുര പലഹാരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ റെസിപ്പി ആയിരുന്നു. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അതുമാത്രമല്ല, വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരല്പസമയം കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 വശവും ഒന്ന് ഈ ഒരു കളറായി കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഈ ഒരു അളവിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് 2 സെറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതായത് ഏകദേശം ഒരു 18 മുട്ട സുർക്ക നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം 2 വശവും നല്ലതുപോലെ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും ഇത് എടുത്തു മാറ്റാം. മുട്ട ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് ഇത് ചൂടോടുകൂടെ കഴിക്കുമ്പോൾ മുട്ടയുടെ മണം മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയ ശേഷം ചൂട് നല്ലതുപോലെ ആറിക്കഴിഞ്ഞിട്ട് വേണം കഴിക്കേണ്ടത്. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഊണിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ ശേഷം മുട്ട സുർക്ക ഉണ്ടാക്കി വെച്ചു. അപ്പോൾ വൈകുന്നേരം നമുക്ക് ചായ കുടിക്കുന്ന സമയമാകുമ്പോൾ ഇതിൽ മുട്ടയുടെ മണമൊന്നും തീരെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് ചൂടാറിയ ശേഷം കഴിക്കുമ്പോൾ ഇതിൽ മുട്ടയുടെ മണമൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ സെറ്റും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ഫീഡ്ബാക്ക് കൂടി തന്നാൽ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.